പോവുക. സമയം എത്രയെന്നറിയോ? ആരാ ലേറ്റ് ആയേ? ഞാൻ തന്നെ അല്ലേ. 8:10 കുരു. ഓയ് കുരു, നമുക്ക് പെരുന്നാക്കോഴി എടുക്കാൻ പോവാ. കുടോ കുരു കുരു. ഒന്ന് ഉറങ്ങി എണീച്ച ഒരു ഇതിലാണുള്ളത്. എന്താ ചെയ്യുക, ഇത്രയും നേരമായിട്ട് എനിക്ക് പെരുന്നാക്കോഴി വന്ന് എണീപ്പിച്ചതാ പാവം. അന്നേരം ഉറങ്ങിയല്ലേ? എന്നാ പോവല്ലേ? ഏതാ കുരു കുരു. എന്നാ നോക്കണ്ടേ? അപ്പോൾ അവനങ്ങനെ ഫോൺ നമ്മളങ്ങനെ കാണിക്കണമെന്ന് ഇല്ല കേട്ടോ. എങ്കിൽ വേറെ വഴിയില്ലല്ലോ അല്ലേ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതാ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. എവിടെയാ പോകുന്നത് ഡ്രസ്സ് എടുക്കുവേ? കുന്നമംഗലത്ത് പോവാ അല്ലേ? എൻ്റെ ആരാ? എൻ്റെ ആരാ? ഉക്കുരു ഉക്കുരു എൻ്റെ ഉക്കുടുവിന് നല്ല അടിപൊളി ഡ്രസ്സ് എടുക്കണം നമുക്കല്ലേ? എൻ്റെ നല്ല അടിപൊളി രക്ഷിക്കണ്ടേ? ശ്രദ്ധിക്കണ്ടോ അത് ചാ? അപ്പം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാ. ചെലാത്തങ്ങ് വലിയോട് വേള എല്ലാവരും ദിക്കറിയില്ലെന്ന സമയം അന്നേരം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാം. എനക്കൊന്നും വേണമെന്ന് നോക്കുക. അവിടെ ചെന്ന് നോക്കട്ടെ. 9 സൈസ് ഇതാ. ഇതിന് എത്രയാ പൈസ? 750. 730. 20 അധികം വാങ്ങിക്കല്ലോ എന്നോട്. 750 ഭയങ്കര കേട്ടോ. 20 റുപ്യ. ആ ഭയങ്കര. നീ കിട്ടുന്നെങ്കിൽ പോരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ പാമ്പേഴ്സ് ഇപ്പം എങ്ങനെയാ വാങ്ങുക? അവനെ കാണാൻ പോകുമ്പോൾ മോശമല്ലേ എന്ന് വിചാരിക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇത് വാങ്ങിയപ്പോൾ ഇന്നാ മോശമൊന്നും ഉണ്ടാവില്ല. 700 മാനം കിടത്തല്ലേ? അല്ല തമാശക്ക് പറയാൻ. തമാശ എന്ന് വിചാരിച്ചു എന്നാലും നിങ്ങൾ എന്തെന്നാ വാങ്ങുവാന്ന് വിചാരിച്ചൊരു ടെൻഷൻ ഉണ്ട്. ഇത് വാങ്ങിക്കുക 750 അല്ലേ? ലോക്കടോ ഓഫറില്ല. ഓൺലൈനിൽ നിന്ന് വാങ്ങിയല്ലേ? അതാ ഏറ്റവും സുഖം കേട്ടോ. ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന ലാഭമാണ്. പിള്ളേരെ വാങ്ങണല്ലേ? ഇതാണ് ലാഭം. അല്ലാണ്ട് ഇപ്പോൾ 399 400 റുപ്യക്ക് എത്രയും നമ്മൾ വാങ്ങല്? 22 പീസിന് 400 അല്ലേ കിട്ടുക അല്ലേ? നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഓൺലൈനിൽ നിന്ന് കുറേ ആൾ വാങ്ങുന്നുണ്ടാവുമായിരിക്കും. എന്നാൽ നേരം പോയി കണ്ട പോവാ. എന്നോ ഇതെന്താ തിരക്കാ? എല്ലാവരും തലേന്നത്തേക്ക് വെച്ചാൻ തന്നിട്ടോ മാങ്ങ. വണ്ടി വെക്കാനാണ് ലൈറ്റാ തിരക്കാ ഫാമിലിയിൽ വന്നത്. ഇവിടെ ലിഫ്റ്റ് കാരണമെങ്കിലുണ്ടല്ലോ 3-4 മണിക്കൂർ ഇവിടെ വെക്കേണ്ടി വരും. വെക്കരോ വെക്കരോ. നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് എടാ വീട്ടിലെത്തി. അപ്പോൾ ഡ്രസ്സെല്ലാം എടുത്ത് കുഴങ്ങി ഉമ്മ ഇതൊരു കെട്ട് ഡ്രസ്സുമായിട്ട് ഇറങ്ങുന്നു കേട്ടോ. ഇതെല്ലാരിക്കാ ഞാളേക്ക് വന്നേക്കെ എല്ലാം കൊണ്ടുപോകല്ലേ നിങ്ങള് അല്ലേ? അളവിനാ? എന്താ ഐശ്വരി അതിനെ ഒപ്പിച്ചെടുക്കണ്ടിട്ടാ? ഇതെന്താ ടൈലർ ഷോപ്പിലാ പോയ അളവിന് കൊണ്ടുപോവേ? ആര്? എൻ്റെ ഏടാ എടാ പാട്ടെല്ലാം കേട്ട് ഡാൻസ് ഒക്കെ കളിച്ചതിനും ഇനി എത്തി. എൻ്റെ ഡോറ് തുറന്നോ? ഈ ഡോറ് തുറന്നോ? വാവേനങ്ങിറ്റോ? വാവേനങ്ങിറ്റോളേ? വാവേനങ്ങിറ്റോളേ? അവൻ എടുത്തന്നാല് ഡ്രസ് കോലായി. ഞാൻ ഇറങ്ങാം അല്ലേ? ഇറങ്ങാം. എടാ എൻ്റെ കൈ വീടാ ഉക്കുരു വിട്ട്. നല്ല ഭാവിയാണോ നീ? ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ ദിവസമായി. ഇന്നലെ രാത്രി പോയി ഡ്രസ്സെല്ലാം എടുത്ത് വന്ന് പിന്നെ ഇവിടെ വന്ന് മുടിയെല്ലാം വെട്ടി 2 മണിയായിക്ക് ഉറങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ എല്ലാവരും അങ്ങനെയുള്ള. അപ്പോൾ ഇവിടുത്തെ ഒരു പെരുന്നാൾ, വലിയ പെരുന്നാൾ മിന്നുവിനെയും കുഞ്ഞിനെയും കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ആക്കണം എന്നൊക്കെ വിചാരിച്ച ഓരോ പണി തീരാത്തതുകൊണ്ടൊന്നും നടന്നില്ല. ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഓലെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ അല്ലേ? അപ്പോൾ ഞാനിതാ പള്ളിക്ക് പോവാണ്. 8:30ക്കാണ് ഇവിടെ പെരുന്നാൾ നിസ്കാരം. സമയമാവാനായി. എന്നാൽ പോട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നിസ്കരിച്ച് തരട്ടെ. പാപ്പ ഉറങ്ങാ. അപ്പോൾ പെരുന്നാളിൻ്റെ വലിയ പെരുന്നാളിൻ്റെ ആദ്യത്തെ ചോറ് ഉമ്മാമാൻ്റെ. നിങ്ങളെടുക്കില്ല എന്നെ ഉമ്മാമാൻ്റെ ആക്കിയ ഉമ്മാമ എനിക്ക് നല്ലൊരു പണി തന്നതായിരുന്നു. ഉമ്മാ പറഞ്ഞ 8:30ക്കാ പെരുന്നാൾ നിസ്കാരം.
ഞാനൊരു 8:30 കണക്കാക്കി അവിടെ ചെന്ന് നോക്കുമ്പോണ്ട് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു, ഇവനേതടാന്ന്. ഞാൻ ഒതുവെടുത്ത് കാര്യം പോയി, ഇറങ്ങണോ കാരണോ എന്നുള്ളൊരവസ്ഥയായി പോയി. അങ്ങനത്തെ ഒരു വെറൈറ്റി പെരുന്നാളാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കവർ വെക്കുന്ന പള്ളിയില്ലേ നിങ്ങൾ, മഹലിലൊന്നും ആയിക്കില്ല, മഹലിലാവണം അതിനൊരു അടാ ഇനി മഹലിലാവണം. വീഡിയോയിൽ വരുന്നോ? ഇഷ്ടമുണ്ടോ? എന്താണെന്നറിയില്ല, ഇവിടെ ഉള്ള കുട്ടികൾക്ക് പോലും വീഡിയോയിൽ വരുവാൻ താല്പര്യമില്ല, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇപ്പം ഇതാ നല്ല ബിരിയാണിയാ. ഫുഡ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് മിന്നുവിൻ്റെ അടുത്തേക്ക് പോവാം. മറ്റേ മഞ്ഞക്കറിയും ബീഫും പിന്നെ നല്ല പയർ. ഇത് പരിപ്പ് കറിയല്ലേ? ഈ പരിപ്പ് കറിയും ഇതിൻ്റെ അപ്പുറത്തെത്തോ എന്തെങ്കിലും മന്തിയോ ഇതോ അല്ലേ? എന്ത് പലത് ആന്നും നമ്മൾ സിമ്പിൾ എന്തിനാ കുറേയൊക്കെ മാഷാ അല്ലാഹ് ഇതുപോലും ഇല്ലാത്ത എത്ര ആളുണ്ട്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാറ്. ഏറ്റവും നല്ല പെരുന്നാൾ ഇത്. 2 ഐറ്റം ഉണ്ട് എന്നിട്ടും കുറേയൊന്നും ഇല്ലയെന്ന്. എന്താ പറയണ്ടേ? എന്തിന് അന്നും വേണ്ട, ഒരു ദൂർത്തും വേണം ആവശ്യത്തിന്. ഡഷ് കഴിച്ചാലെന്നെ അല്ലേ? ബാബേന്റെ പെരുന്നാക്കോടി നമ്മളെ ആരും കണ്ടില്ലേനു കേട്ടോ. ഏത് കൊടുക്ക കഴിച്ചാരോ? വൈകുന്നേരം എവിടെയെങ്കിലും പോവാന്നല്ല ഇവര് പറയുന്നത്. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞ്. എന്തെന്നാ ചെയ്യണ്ടേ? വീഡിയോ ഇന്ന് ഇടാന്ന് വിചാരിച്ച. അവളെ പെരുന്നാൾ കഴിഞ്ഞിട്ടാ വീഡിയോ ഇടുക. ഇന്നോ പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാ വീഡിയോ ഇടുക. വലിയ പെരുന്നാളിൻ്റെ എനിക്ക് ചുരിദാറൊന്നും ഇട്ട് ഇങ്ങോട്ട് വന്നോളെന്താ? വാവേനെ നോക്കണോ? എന്നാ 7 മണിക്ക് ഇടാല്ലേ? എന്നാ ഇന്നത്തെ വീഡിയോ 7 മണിക്കാണ് വരിക. നോക്കുക 7 മണിക്കൊന്നും നടക്കാനില്ല, നാളെ ആയിട്ട് ഇടാം. എന്ത് ചെയ്യാൻ? ഇപ്പം കാണണ്ട ഇന്ന അതന്നേരം പറയാം. എന്നാൽ പിന്നെ വൈകുന്നേരമല്ലോ ഓരോരുത്തർ പോകാനല്ല ഉണ്ട്, അന്നേരം ഇവർ മാറ്റുള്ളൂല്ലോ. ഓളൊരു മാക്സി അമ്മായി കൊടുത്തിന്, അതുകൊണ്ട് ഓള് നിൽക്കുക. വൈകുന്നേരം പോവാ ഒരുത്തേൽ അന്നേരം മാറ്റാമെന്ന് പറഞ്ഞിട്ട് വാവേനെ മാറ്റിയ ചെറുങ്ങനെ ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഛർദിക്കൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ കഴിച്ചു കളഞ്ഞതാണ്. ഇനി അവിടെ പോകുമ്പോൾ ഓരോരുത്തരൊക്കെ പിന്നെ പെരുന്നാൾ വീഡിയോ ഒക്കെ അന്ന് തന്നെ എടുക്കുന്നുണ്ട്. നമ്മളത് ആരോന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ റമീസിൻ്റെ 2 കമ്പനിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ മീസ എൻ്റെ ഫ്രണ്ട്സായി ഇവര് റമീസിനെ കുറച്ച് ചോദിക്കാറുണ്ട് നിങ്ങളോട്. എൻ്റെ പേര് മുഹമ്മദ് ബിഷിർ. എന്റേതോ മുസ്തഫ സിനാൻ. എന്തെന്നാ ഇവന്റെ സ്ഥിതി? ഇവൻ എത്ര ലവറായിട്ടുണ്ട് എനിക്ക് റമീസിന്? ഇഷ്ടം പോലെ അല്ലേ? വെറുതെ അല്ല ഇവൻ, പിന്നെ ഇടക്കല്ല ഒരു എന്തെന്നാ ഒരു തഞ്ചക്കളി ഇവന് കാണാം ഫോണും കൊണ്ട്. പഠിക്കലുണ്ട് ഇവ? കമ്പനിക്കാർ അങ്ങനല്ലേ പറയൂല്ലേ? അധ്യാപകരൊക്കെ ഗോൾഡൻ ബാച്ച് ഒക്കെ ഉണ്ടോ ചോദിച്ചാ ഓന് ഇല്ലാന്നാ പറയാ. അല്ല ഓന് നിക്കൂല, ഓന് മടിയായിരിക്കും, അങ്ങനെ ആളാവൂല. മെയിനാണുള്ള ഉദ്ദേശം നോർമൽ ആയിരിക്കും. ജാടയില്ലാത്തൊരു മനുഷ്യനാണ് അല്ലേ റമീസ്? അവന്റെ മുഖം തന്നെ കണ്ടില്ല, ഒരു പാവം മനുഷ്യനല്ലേ? അതെ, ഒരു നിഷ്കളങ്കല്ലേ, ഒരു നിഷ്കു. അതെ, അതുകൊണ്ടായിരിക്കും പെൺകുട്ടിയൊക്കെ ഇവന് ഭയങ്കര കാര്യം, നിഷ്കു ആയോണ്ട് അല്ലേ? എന്താ മുസ്തഫ, നാളെ ഇത് സ്കൂളിൽ നിന്ന് കണ്ട ഞങ്ങളെല്ലാം കൂടി വീഡിയോ പറഞ്ഞ് ഇവനെ ഊക്കുവാ? എന്നാ പോവല്ലേ മീസ? ഇവനെ ഇറക്കി കൊടുക്കല്ലേ? ഇവനെ ഇറക്ക. ഓക്കെ, എന്റെ വീട് അടുത്താല്ലേ മുസ്തഫാന്റെ? എവിടെയാ? സ്ഥലമൊന്നും പറഞ്ഞറിഞ്ഞൂടാ, ചോദിച്ചെന്നേ ഉള്ളൂ. പോവാ. അപ്പൊ മിന്നുവിന്റെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. എന്താ എങ്ങനുണ്ട് ആവേ? മിതാവേ ഹായ്, കുറച്ച് ഛർദിച്ചിക്കല്ലോ. ഇതാ അതിന്റെ അവന്റെ ഡ്രസ്സിലും കുറച്ചായിക്ക്. തൊപ്പിയൊന്നും ഇപ്പോഴുണ്ടല്ലേ? നമ്മളപ്പോൾ കുടുംബ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കൊല്ലാറ്റം വാങ്ങിയതേനു അല്ലേ? ബർത്ത്ഡേക്കാ? പെരുന്നാൾ കോക്ക് ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ. അവളൊരു വാവോ ഒരു പലാസ മാത്രമേ വാങ്ങിയുള്ളൂ.
ആ ഷാള് വാങ്ങിക്ക്. ഞാൻ നല്ല ഞാനൊരു ഷർട്ടും നല്ലൊരു മുണ്ടൊക്കെ ഞാൻ എടുത്ത് ഓലിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് നമുക്ക് എടുക്കണം. ചോദിച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ. അല്ലോ എൻ്റെ പിന്നെ നിധീൻ്റെ ചാവി ഇവിടെ ആയിപ്പോയ പ്രശ്നം. മീസ് വരുന്നില്ല ഉറപ്പാ? എന്നാ പോവല്ലടാ. ഇവനെ നമ്മളങ്ങ് കൂട്ടുന്ന അവൻ ഒറ്റക്ക് വാവാടുന്ന് വന്നത് അവിടത്തേക്ക്. അവേ ഏതാ കുക്കുരു എല്ലാം ഇറങ്ങിക്ക. എന്താ പോണ്ടേ നമുക്ക്? നമ്മളിവിടെ ഒരു ഛർദിച്ചോ ഏതാ എടുക്കാൻ വേണ്ടി പൊന്തി വരുന്നിട്ട് എൻ്റെ ഇനി വെക്കനോ? ചാവി എടുത്തിട്ടേ അവിടുന്നോ കീശന്ന് കുനിഞ്ഞേരം വീണായിരിക്കും. ആ അത് പ്രശ്നമായി വണ്ടി വെച്ചു. ആ കുക്കുരോ അന്നേരം കുനിഞ്ഞേരം വീണായിരിക്കും. വണ്ടിയിൽ വെക്കാം. ഇത് കൂളറാ. ഇനി പെയ്റ്റാവുന്ന വേണമെന്ന് പറയല്ലേ. ഇനി ആകുകയല്ല അതിനും കൂടി ഇനി എവിടെയും കൊണ്ടുപോയി കൂടെ ഇവളാ. ഇത് അടുക്കളയിൽ വെക്കുവാനാ? എന്നാ ഇതേന് സുഖം അല്ലേ? ചുമര് വെറുതെ കുത്തണ്ടേനു അല്ലേ? ആ ഇത് അല്ല ഇത് നല്ല കാറ്റുണ്ടോ? പക്ഷെ ഇവിടുന്ന് കാറ്റ് വരുന്ന ഈലെന്നല്ല. ഇതാ മുകളിൽ കണ്ടോ ഫാന് കറങ്ങുന്നുണ്ട്. കൂളറവിടെ ഷോന് വെച്ച ഒരു ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ. മുസ്ഫി കൂളർ ഇങ്ങനെ ഷോന് വെച്ചല്ലേ? ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കൂളറൊക്കെ ഉണ്ട് എന്നുള്ളത് വേണ്ടി എന്നിട്ട് ഫാൻ ഇട്ട് കൊടുക്കുക അയ്യ അല്ലേ? ഇനി വീഡിയോ ഒന്നും എടുക്കില്ല, പേടിക്കണ്ട. ഞങ്ങളൊരു ഒരു സ്ഥലത്ത് വന്നതിന് അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഓക്കേന്നോ? നിർബന്ധിക്ക് പോവല്ലാന്ന്. എന്നാ പോട്. ഇവളെന്തൊരാളല്ലേ? അവേ ഓന് ഫുള്ള് മുകളിലേക്കൊക്കെ നോക്കാനുള്ളതാ. ഇവിടെ വെറൈറ്റി സംഭവം ഉണ്ടല്ലോ, അതൊക്കെ നോക്കി നിൽക്കുന്ന. നമ്മളവിടെ 2 എട്ടുകാലി ഉണ്ട്. നമ്മളവിടെ 2 എട്ടുകാലി ഉണ്ടാവും. മുകളിലേക്ക് നോക്കിയാലേ ഇവിടെ ഇങ്ങനെ വെറൈറ്റി കളറൊക്കെ ഉണ്ടല്ലോ. യൂട്യൂബിലല്ലാണ്ട് പിന്നെ 2-3 ക്യാമറയൊക്കെ 2-3 ആംഗിളിലെല്ലാം വെച്ചിട്ടൊന്നും എല്ലാം എടുക്കും. ഇപ്പൊ ട്രിക്ക് മനസ്സിലായി പോയല്ലോ. ഇനി എന്ത് ചെയ്യോ? എനിക്ക് താല്പര്യം ഉണ്ടോ അവര്? ഞാൻ മയിലൊന്ന് ഓർത്താക്കുവാ. ഇവരൊക്കെ മൊയിലാർ ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉസ്താദുമാറും അളിയന്മാരൊക്കെ ഉസ്താദുമാരൊക്കെയാണ്. അപ്പോൾ ഞാനോളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വേറൊരു പ്രശ്നം ഇവിടെ വേണ്ട അല്ലേ? അതുകൊണ്ട് ഛർദിച്ചിക്ക് ചൂടാക്കുന്നേ ഉള്ളൂ. ഇതിപ്പം വെച്ചതാ അടിയായി ആയിക്കല്ലോ. എന്താ മിണ്ടാത്തങ്ങള്? ഇതെന്നാ ആവിയിൽ വേവിക്കുന്നതാണ് ലേശം ചോറ്. പഠിച്ചോനെ ഇവര് വന്നല്ലോ. എല്ലാം ഇവിടെ ഇന്ന് എത്ര ഗസ്റ്റുകൾ ഉണ്ടേനു? പിന്നോ ഞാൻ ഇങ്ങോട്ട് പെരുന്നാക്കുണ്ടല്ലോ, ഒരു 8 മണി കഴിഞ്ഞാൽ എവിടെയും പോകരുത്. എങ്ങനല്ല ഓല് 10:15 അത് തന്നെ. എന്നാലും ഇവിടെ ഇതെങ്കിലും ഉണ്ടല്ലോ അല്ലേ? ഇതൊന്നും ഇതിൻ്റെ ആവശ്യം. ഞാനിപ്പം ഭക്ഷണം കഴിച്ച് വരിക. നിങ്ങളുള്ളതെല്ലാം വെറുതെ രാവിലെ ചൂടാക്കി തിന്നു, അതിൻ്റെ ടേസ്റ്റ് വേറെയാ. അല്ലേ? പെരുന്നാളിൻ്റെ ബിരിയാണി പിറ്റേന്ന് ചൂടാക്കി തിന്ന. ഇവരാടെ മന്തിയാ. നമുക്ക് ഇത്ര ലൈക്കില്ലാത്ത സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഹതിയായ റസിയ ബീവിൻ്റെ വീട്ടിലാണ്. നിങ്ങൾ ഇടുന്നില്ല, അതായത് ആരാമ്പുറത്ത് കേട്ടോ. മിന്നോൻ്റെ ഉമ്മാൻ്റെ അനിയത്തിയ. ഉമ്മയുടെ ഇവിടെ പണ്ടിങ്ങനെ എപ്പോഴും വരലുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇവിടെ അന്നേരം AC ഉള്ളൊരു പോലെ ഈ പഞ്ചായത്തിൽ ഇവിടെയാണ് അല്ലേ? ഈ പഞ്ചായത്തിൽ AC ഉള്ള പോലെ എവിടെയാണുള്ളൂ. അപ്പം ഞങ്ങളിവിടെ വരും, ചൂടൊക്കെ എടുക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ അല്ലേ? നമ്മുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ അവിടെ E3 പാർക്ക് പോയ ഓർമ്മ ഉണ്ട് എനിക്ക്. ഇന്നോ വിലോടിയപ്പരോ എന്നിട്ട് നമ്മളൊരു വൈദ്യൻ്റെ അടുത്ത് പോയിട്ട് വൈദ്യൻ കരിമ്പെല്ലാം തന്ന് അതെനിക്ക് ഓർമ്മ ഉണ്ടാ. അയാൾ ഏതെങ്കിലും ക്യാൻവാസിങ് ഇന്നോൻ്റെ കാഴ്ച റെഡിയായി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് തട്ടിപ്പോയിനത്. അയാള് കരിമ്പൊക്കെ ഓടിച്ചാണ് ആടുന്ന് അല്ലേ? ആ ഫോട്ടോ ഇപ്പൊ ഉണ്ടായിന്. അന്ന് നമ്മൾ എടുത്ത ഇവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായിനല്ലോ അല്ലേ? നമ്മളാടെ ആടുണ്ടായിനത്. അത് ചെയ്യാത്തോണ്ടാ. അതെ ഇവിടെ ഇല്ല, ഇവിടുത്തെ ഇല്ലാറ്റ കണ്ടീനല്ലോ.
അപ്പോൾ ഇത് അവിടെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റുകളുടെ ഒരു കമനീയ ശേഖരണം. ഈജിപ്തിൽ നിന്ന് എളാപ്പ കൊണ്ടുവന്ന പ്ലേറ്റുകളുണ്ട് ഇവിടെ കേട്ടോ. ഇത് ഈജിപ്ഷ്യൻ പേർഷ്യൻ കട്ട് പ്ലേറ്റ് ആയത് അല്ലേ, നീല കളറ് അല്ലേ. ഇത് പേർഷ്യന്ന് കൊണ്ടുവന്നതിന് എളാപ്പ പ്ലേറ്റ് വെറൈറ്റി മോഡലായിട്ട്. മുപ്പത് നല്ല ഉറക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ കറങ്ങി ഇരുടായല്ലോ. നമ്മളെ ബാഗ് എടുക്കണം പോലും. ഉദഹിയത്തിൻ്റെ ഇറച്ചി കൊണ്ടുവന്ന് പൊക്കറ്റ് വേറെ ഇവിടെ കുടുംബത്തിൽ കൊടുക്കുവാനുണ്ടായിന്. ഓരോ എന്തോ ഒരു പാക്കറ്റ്. എന്താടാ